തങ്ങളുടെ ഡോഗ് സ്ക്വാഡ് നന്നായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ഫലസ്തീന് എതിരെയുള്ള യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത്. ഹമാസിൻ്റെ ഒളിയിടങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനും നായകൾ വളരെയധികം പ്രയോജനപ്പെട്ടതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായ പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന നായകളുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് അവർ പരിഭവിക്കുന്നു. നിരവധി നായകൾ യുദ്ധത്തിൽ ചത്തുപോയതായും അവർ വ്യക്തമാക്കി. അതിനാൽ ബെൽജിയം, ജർമ്മനി, നെതർലാൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച പുതിയ നായകളെ വാങ്ങാനൊരുങ്ങുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം. ഓക്കിഡ്സ് എന്നു പേരുള്ള ഡോഗ് സ്ക്വാഡ് യൂണിറ്റ് നായകളെയാണ് ഇസ്രായേൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. പരിശോധനയ്ക്കും രക്ഷാപ്രവർത്തനത്തിനും ആക്രമണത്തിനും ഇവയെ ഉപയോഗിക്കുന്നുണ്ട്. തുരങ്കങ്ങളിലും മറ്റും ബൂബി ട്രാപ്പുകൾ ഒരുക്കിയിരിക്കാമെന്ന ഭയത്തിൽ പട്ടാളക്കാർക്ക് മുമ്പേ നായകളെയാണ് ക്യാമറയും ചിപ്പും ഘടിപ്പിച്ച് അവിടങ്ങളിലേക്ക് അയക്കുന്നത്. എന്നാൽ ഡോഗ് സ്ക്വാഡിൻ്റെ ദൗത്യങ്ങളെല്ലാം പരാജയപ്പെടുന്നതായാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഹമാസ് പോരാളികൾ കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും പരിശീലനം നൽകിയ നായകളുടെ കാവലേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഹമാസ് കാവൽ നിർത്തിയ നായകൾ താരതമ്യേന വലിപ്പം കൂടിയവയാണെന്നും അവ തങ്ങളുടെ നായകളെ ആക്രമിച്ച ഓപ്പറേഷനുകൾ പരാജയപ്പെടുത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഹമാസ് ഇതുവരെ യുദ്ധമുഖത്ത് നായകളെ ഉപയോഗിച്ചതായി റിപ്പോർട്ടില്ല. ഈ യുദ്ധത്തിലും ഹമാസ് നായകളെ ഉപയോഗിക്കുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുവെന്നല്ലാതെ സ്വതന്ത്ര ഏജൻസികളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല.